അവിടെ ഇരിക്കാ എന്തോ ഒരു സീക്രട്ട് നിങ്ങൾ ഉപയോഗിച്ചിരിക്കണ്. ഞാന് കുറച്ച് പൊടികൾ കൊടുക്കുന്നുണ്ട്. രണ്ടാളും നടന്ന് തിന്നട്ടോ, ഒരു ചൊറയില്ല ഓല അങ്ങനെ നടന്ന്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ചേറാട്ടോ, നമ്മളിപ്പോ മയിലാടി പാടത്താണ്. അതായത് എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് അടിപൊളി എന്താ പറയുക, ഏകദേശം പെരുന്നാളിനൊക്കെ കമ്മിറ്റിക്കാർക്ക് വാങ്ങാൻ പറ്റിയ രണ്ട് മുതലുകളുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് വന്നതാട്ടോ. കുറേ ദിവസമായി കാണുന്നു കേട്ടോ. അപ്പോൾ കാക്കാനെ ഇങ്ങനെ കാണണമെന്നും കാക്കനോട് ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഒരുപാട് ദിവസമായി കാര്യമാണ്. അപ്പോൾ ഈ വഴി നമ്മുടെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ചാനലിൽ കുറേ ആൾക്കാർ ചോദിച്ചു വീട് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ മയിലാടി എൻ്റെ വീട് പൊട്ടിയിലാണ്, ഇത് കറക്റ്റ് മയിലാടി കേട്ടോ. അപ്പോൾ രണ്ട് പോത്തുകളുണ്ട് ഇവിടെ, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വന്നോളി. ഏകദേശം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമാണ്, പെട്ടെന്ന് കൊണ്ടുപോകാം, വണ്ടി ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാം. അപ്പോൾ നമ്പർ ഇതിൽ കൊടുക്കാം കേട്ടോ, പുള്ളിക്കാരൻ നമ്പർ കൊടുക്കുക, വിളിച്ചിട്ട് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് പോത്തുകളെ കാണാം. അപ്പോൾ കാക്കാ രണ്ട് പോത്തുകളല്ലേ? രണ്ട് പോത്ത് അടിപൊളി പോത്തുകളാണ്. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണ്? മയിലാടി തൊണ്ടി സുലൈമാക്ക. പോത്ത് രണ്ട് ഇപ്പൊ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും? രണ്ട് ഉണ്ടല്ലോ, ഇത് രണ്ടിണ്ടാവും അല്ലേ? വയസ്സൊക്കെ ആയതല്ലേ? അപ്പൊ 2 വയസ്സ് കഴിഞ്ഞു. ആയല്ലേ? അപ്പൊ വീട് എവിടെയാ? മയിലാടി അമ്പലപ്പടിക്ക അല്ലേ? ഓക്കെ. വന്ന് കണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? പെരുന്നാളായി ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ? ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എത്ര കൊല്ലം നിങ്ങൾ വാങ്ങിയിട്ട് ഇപ്പൊ? 10 മാസം. 10 മാസമായിട്ടുള്ളൂ അല്ലേ? 10 മാസമായിട്ട് സാധനം അടിപൊളിയായി, സംഭവം അടിപൊളിയാ, ഉഷാറായിക്കണ്. രാവിലെ കൊണ്ടുവരും നിങ്ങള്? രാവിലെ 3 മണിക്ക് 3 മണിക്ക് 3 മണിക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇപ്പൊ കൊണ്ടുപോകും. 6 മണിയായ കൊണ്ടുപോകും അല്ലേ? പോത്തുള്ള കച്ചറൊന്നും ഇല്ല അല്ലേ? ഒരു കച്ചറയില്ല, അലമ്പൂലാത്ത അടിപൊളി ചെറുക്കന്മാരിട്ട് രണ്ടെണ്ണം. നിങ്ങളെ ഫോൺ നമ്പർ കൊടുക്കാം കേട്ടോ ഇതിലൊന്ന്, ആൾക്കാരെ വിളിച്ചോട്ടെ. ആൾക്കാരൊക്കെ വന്ന് വരുന്നുണ്ട് ഇപ്പൊ? വരുന്നുണ്ട് അല്ലേ? രണ്ടു ഏകദേശം ഒരേ സൈസാ? ഒരേ സൈസാ. അതാ ആന്ധ്രയാണ്, ഇത് ആന്ധ്ര അല്ല. ഇതൊരു രണ്ട് ഐറ്റം. ഇതെല്ലാം നീളമുണ്ടല്ലേ? ഇത് നല്ല ഒരു ഉരുളിച്ചുള്ള പോത്താണ്. നല്ല രസമുണ്ട് സംഭവം. രണ്ടും മുതലുകളാണ്. അപ്പൊ ഏതായാലും പെരുന്നാൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വരട്ടെ അല്ലേ? അപ്പൊ മയിലാടി നിലമ്പൂര് തൊണ്ടി സുലൈമാക്കാന്റെ. അപ്പോഴേ പാടത്ത് കാക്കാന്റെ മാത്രമല്ല, വേറെയും കുറെ കന്നുകളുണ്ട് കേട്ടോ. ഒരു അടിപൊളി സീനാട്ടോ ഇവിടെ. എന്താ വെച്ചാൽ ഒരുപാട് കണ്ടങ്ങൾ കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത് വേനൽ മഴ നല്ല 2 മഴ കിട്ടിയോണ്ടേ അത്ര വലിയൊരു എന്താ പറയുക കാഠിന്യം, ചൂടിൻ്റെ കാഠിന്യവും വെള്ളമില്ലാത്ത അവസ്ഥയൊന്നും വന്നില്ല. അപ്പോൾ നല്ല വെള്ളവും നല്ല പുല്ലൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് കന്നുകൾ കിട്ടും. ഇവിടെ തന്നെ പള്ളി ഇവിടെ തന്നെയാണ്. പള്ളി കമ്മിറ്റിക്ക് ഇനി പോത്ത് വാങ്ങിയാലും ഇവിടെ തന്നെ കൊണ്ടുവന്ന് കെട്ടലും ഒക്കെ സെറ്റാവും. നല്ല ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ. നമ്മുടെ നാടാണ്, വേറെ കാര്യം. അപ്പോൾ അവിടെയും വേറെ കുറേ പോത്തുകളുണ്ട്. കാക്കാൻ്റെ പോത്തുകൾ മാത്രമല്ല, വേറെ കുറേ പോത്തുകൾ, മൂരിക്കുട്ടികളൊക്കെ ഉണ്ട്. ആ മൂരിക്കുട്ടികളൊക്കെ ആരതാ? കരിയമാക്കൻ്റെ. രണ്ടാളും നടന്ന് തിന്നട്ടോ, ഒരു ചൊറയില്ല ഓല അങ്ങനെ നടന്ന്, ഓല മട്ടം പോലെ ഇങ്ങനെ നടക്കാണ്. കാക്കവിടെ ഇങ്ങനെ നോക്കിണ്ടായില്ല. അവിടെ ഇരിക്കാ? കുറെ ആൾക്കാർക്ക് പോത്തിനെ എങ്ങനെ നന്നാക്കി എടുക്കണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ 10 മാസം കൊണ്ട് കാക്ക ഈ ഒരു പോത്തിനെ ഈ കോലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ നല്ല മല്ലിക്കെട്ടല്ല, എന്തോ ഒരു സീക്രട്ട് നിങ്ങൾ ഉപയോഗിച്ചിരിക്കണ്. ഞാന് കുറച്ച് പൊടികൾ കൊടുക്കുന്നുണ്ട്. കമ്പപ്പൊടി, പൂളപ്പൊടി, മറ്റേ രാഗിപ്പൊടി, മറ്റേ പരിച്ചിപ്പൊടി. അത് വൈകുന്നേരം തിളപ്പിച്ച് ഇതാക്കി കൊടുക്കും. വേറെ ഒന്നുമില്ല. പിന്നെ പുല്ല് നല്ല പുല്ല് കൊടുക്കും അല്ലേ? പുല്ല് നല്ല തിന്ന് തന്നെ. പുല്ല് ഇതുവരെ മുടങ്ങിയിട്ടില്ല അല്ലേ? അതാണ് ഇക്കൊല്ലത്തെ പ്രത്യേകം വെച്ചാൽ മഴ കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ 10 മാസം കൊണ്ടാണ് ഈ ഒരു സൈസ് ആയത്. അത് ചില്ലറ സംഭവമല്ല കേട്ടോ. മറ്റേതൊക്കെ അങ്ങനെയൊന്നും ആവൂലായിരിക്കും അല്ലേ? 10 മാസം കൊണ്ടൊന്നും. ഇതിപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല 2 കിൻഡൽ ഇറച്ചി, 2 കിൻഡൽ സിമ്പിളായിട്ട് കിട്ടും അല്ലേ? ഈസി ആയിട്ട് കിട്ടും. തീറ്റ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു കുത്തൂടി കളിക്കട്ടെ, വളരെ കേസിനെ അറിഞ്ഞിട്ടേ. ഇപ്പൊ രാവിലെ ഇപ്പൊ എന്താ കൊടുക്കുക? രാവിലെ പുല്ലുണ്ടാവും. പുല്ല് അരിഞ്ഞു കൊണ്ടുപോകും. അരിയും അവിടുന്ന് അരിയാ? അത് ഇന്ന് മുക്കട്ടെ ആ വണ്ടിയിൽ പോയി കൊണ്ടുപോകും. ചിലന്ന് മുട്ടിക്കടവ് പോവും. മുട്ടിക്കടവ് അവിടെ പമ്പിന്റെ അപ്പുറത്തുണ്ട് പുല്ലുണ്ട്. ചിലപ്പോ നിലമ്പൂര് പോവും. അപ്പൊ അത്യാവശ്യം മെനക്കെടുണ്ടല്ലേ?
ആ മെനക്കണൊരു മെച്ചം നമുക്ക് കിട്ടും വേണം അത് വേണേ. അല്ലേ? വരുന്ന ആൾക്കാർ പ്രത്യേകം പറയാണ്, കാരണം കച്ചവടക്കാരും വെറുതെ വന്ന് സമയം കളയാൻ നിൽക്കണ്ട അല്ലേ? അത് വില കാണുന്ന ആൾക്കാരാണ് കുഴപ്പമില്ല, വെറുതെ നേരം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും വേണ്ട. അത്യാവശ്യം കായ് മുടക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് കൊടുക്കുള്ളൂ കേട്ടോ. മൂപ്പര് ഒരു കച്ചവടക്കാരൻ തന്നെയാണ്. അവിടെ വേറെ 2 പൂത്തകളുണ്ട്. കൊറേ എണ്ണം ഇപ്പൊ കേറി പോയില്ലേ? എന്താണ് അത് പയ്യല്ലേ? അതിലെ മൂരുകുട്ടി ഉണ്ടാവും കൊടുക്കല്ല. അതെ ഒരു 1.25 കിൻഡിൽ ഇറച്ചിണ്ടാവും. ആ കറുപ്പ് HF അല്ലേ? അവിടുന്ന് കാണണ്ട. മറ്റേ ചെറിയ കുട്ടി എന്താ? അത് പൈക്കുട്ടിയാണ് അല്ലേ? അങ്ങനെ ഏതായാലും സംഭവം അടിപൊളിയായി. അപ്പൊ ഇന്ന് മഴ പെയ്തു. അപ്പൊ നല്ലൊരു മഴ പെയ്തു. 3/4 മണിക്കൂറോളം പെയ്തു അല്ലേ? മഴ എങ്ങനെ പെയ്യുന്നത് നല്ലതല്ല, കുട്ടികൾക്ക് തടി എന്താവാനുള്ളൊരു നല്ലൊരു മാർഗ്ഗമാണ് ഈ മഴ. നല്ല നനവുണ്ടെങ്കിൽ നല്ല നന്നാക്കി വിട്ടാണ്. എപ്പോഴാ കൊണ്ടുപോകാ? ഇപ്പൊ കൊണ്ടുപോകാണല്ലേ? 6 മണിയാകും കൊണ്ടുപോകും. അപ്പോൾ ഇതിലെ കൊണ്ടുപോകാ റോട്ടിൽ കൂടെ. അപ്പൊ കച്ചറ ഉണ്ടാക്കൂല അല്ലേ? ഒരു മരത്തിൽ അങ്ങനെ പോയിക്കോളൂ അല്ലേ? അങ്ങനെ പോകും അല്ലേ? കഴിഞ്ഞ അപ്പുറത്തെ വാർത്തല്ലേ? അന്ന് ചെറിയ കുട്ടികളെ അതിന്റെ ഇപ്പൊ നമ്മളെ ചെറിയ പേരക്കുട്ടി തണ്ടുത്തം അതിന്റെ പുറത്ത് കയറി പോകൂലേ? അപ്പൊ അവിടെ വെയിറ്റ് സെറ്റിന്റെ അവിടെ നിൽക്കുന്നുണ്ടാവും. പാപ്പനെ കാത്ത് അപ്പുറത്ത് ഇങ്ങനെ കാത്തിക്കുണ്ടാവും അല്ലേ? അപ്പൊ കാക്ക തീറ്റ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതെ കുളിക്കാൻ പോവാണ്. അവിടെ നിന്ന് തൊളിച്ച് റോട്ടിൽ കൂടെ മര്യാദയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ പോകട്ടോ. ഒരലമ്പൂല്ലേ? നമ്മളെ പോകത്ത് കൂട്ടിക്കും വലിയ അലമ്പൊന്നുമില്ല, എന്നാലും മൂപ്പർക്ക് പ്രത്യേകിച്ച് 2 എണ്ണം അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട്. എന്താ പറയുക, കുന്തിരിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അലമ്പൂല അതങ്ങനെ പോകട്ടോ അല്ലേ? ഒരാൾ കയറിയില്ലേ? മറ്റുള്ള ബേക്കിൽ കയറുന്നു അല്ലേ? മൂത്രയ്ക്കാണല്ലേ? ഇവിടെ കാത്തിക്കുണ്ടാവല്ലോ അപ്പൊ. ആയിക്കോട്ടെ.